പോത്താനിക്കാടുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നൂറുകണക്കിന് കുലച്ച വാഴകൾ നശിച്ചു. 2 യുവ കർഷകർ പാട്ടത്തിനെടുത്ത് ചെയ്ത കൃഷിയാണ് നശിച്ചത്. കർഷകരായ ജാക്സൺ, ടിജു എന്നിവരുടെ 350ഓളം കുലച്ച വാഴകളാണ് പൂർണ്ണമായും നശിച്ചത്. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പാട്ടത്തിനെടുത്ത സ്ഥലത്ത് 1000ഓളം കുള്ളൻ ഇനത്തിൽപ്പെട്ട വാഴകളാണ് കൃഷി ചെയ്തിരുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ മൂത്ത് പാകമാകുമായിരുന്ന കുലകളാണ് കാറ്റത്ത് ഒടിഞ്ഞു വീണത്. കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പോൾ വർഗീസ് എന്ന കർഷകന്റെ 100ഓളം വാഴകളും കാറ്റത്ത് നശിച്ചിട്ടുണ്ട്. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഡോളി സജി, കൃഷി ഓഫീസർ സണ്ണി KS, കൃഷി അസിസ്റ്റന്റുമാരായ സുഹറ TM, ഷെറീന KP എന്നിവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. ശക്തമായ കാറ്റിൽ 350ഓളം വാഴകൾ നശിച്ചിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കൃഷിയുടമയായ ജാക്സൺ പറഞ്ഞു. പോത്താനിക്കാട് പഞ്ചായത്തിൻ്റെ പരിസരത്തായിട്ട് ഏകദേശം 1000 വാഴയുടെ അടുത്ത് ഞങ്ങൾ വച്ചിരുന്നു. ഞാനും നമ്മുടെ കൂട്ടുകാരനുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു വെച്ചിരുന്നത്. അതിൻ്റെ അകത്ത് ഇന്നലത്തെ കാറ്റിന് ഏകദേശം ഒരു 350 വാഴയോളം ഒടിഞ്ഞുപോയി. ഏതാണ്ട് ഒരു 8 ദിവസത്തിനുള്ളിൽ കൊല വെട്ടി പോകേണ്ട വാഴകളായിരുന്നു. അതിൽ നിന്ന് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കോമ്പൻസേഷനായിട്ട് ഞങ്ങൾക്ക് സഹായം അയച്ചാൽ നല്ലതായിരുന്നു. കണ്ടമാനം കാറ്റായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഭയങ്കരമായ കാറ്റായിരുന്നു. കാറ്റത്ത് കംപ്ലീറ്റ് വള്ളി കെട്ടി നിർത്തിയായിരുന്ന വാഴയായിരുന്നു കംപ്ലീറ്റ് ഒടിഞ്ഞു പോയത്. ഏതാണ്ട് 350 വാഴയോളം ഒടിഞ്ഞു താഴെ നിലം പരസ്യമായി പോയി. കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജിയും കൃഷി ഓഫീസർ സണ്ണിയും പറഞ്ഞു. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ കാണുന്നത്. 2 യുവ കർഷകർ ചേർന്ന് നടത്തിയ ഏതാണ്ട് 1000ഓളം വാഴകൾ കൃഷി ചെയ്ത സ്ഥലത്ത് അതിൽ പകുതിയോളം ഇന്നലത്തെ കാറ്റത്ത് നഷ്ടപ്പെടുകയുണ്ടായി. അതിൻ്റെ വിളവെടുക്കാൻ ഏകദാനം ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ സാധാരണക്കാരായ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പ്രകൃതി ദുരന്തം പോലുള്ള സന്ദർഭങ്ങളിൽ അവരുടെ ഏറെക്കാലത്തെ പ്രയത്നവും അതേപോലെ ഏറെക്കാലത്തെ പ്രതീക്ഷയും അതിങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് ഇത് കിടക്കുന്നത് കാണുമ്പോൾ വളരെയേറെ വിഷമമുണ്ട്. ഏതായാലും ഈ സന്ദർഭത്തിൽ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മതിയായ സഹായം അവർക്ക് നൽകുന്നതിനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ഏകദേശം 1000ഓളം വാഴകൾ കൃഷി ചെയ്തത് ഇന്നലെ ഉണ്ടായ പകുതിയോളം വാഴ പൂർണ്ണമായിട്ടും നശിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ വേദനാജനകമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. വിളവെടുക്കാറായ വാഴയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി വകുപ്പിൽ നിന്ന് ലഭിക്കുന്നതായ പ്രതിക്ഷോഭം മൂലമുള്ള നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് കർഷകർക്ക് ലഭ്യമാക്കുന്ന നടപടി സ്വീകരിക്കുന്നതായിരിക്കും. KCB ന്യൂസ്, കോതമംഗലം.